എന്തായാലും ദുരന്തമുഖത്തു നിന്നുള്ള ഹെലിക്യാം ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. എത്രത്തോളം ആഘാതമാണ് ഈ മണ്ണിടിച്ചിൽ കൊണ്ടുണ്ടായത് എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് അത്. ഗംഗാവാലി പുഴയുടെ ഒരു ഭാഗത്തു നിന്നുള്ള മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞ് ഈ 4 വരി പാതയും കവിഞ്ഞ് ഗംഗാവാലി പുഴയിലേക്ക് വീണ് വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭൂമി മുഴുവൻ വലിച്ചു കീറിയെടുത്തതുപോലെയുള്ള വലിയ മുറിവുകളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 60,000-ഓളം ടൺ മണ്ണ് കുത്തിയൊലിച്ചു വന്ന് പുഴയിലേക്ക് അടക്കം വീണിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വിദഗ്ധരൊക്കെ ആ ഒരു കണക്കാണ് പറയുന്നത്. ഈ മൺകൂനകൾ ഗംഗാവാലി പുഴയുടെ മുകളിലേക്ക് കാണുന്ന ചെറിയ തിട്ടകൾ പോലെ കാണുന്നുണ്ടെങ്കിലും ഏതാണ്ട് 10-20 മുകളിൽ താഴ്ചയിലേക്ക് ചെറിയ ചെറിയ കുന്നുകൾ തന്നെ, മൊട്ടക്കുന്നുകൾ തന്നെ പുഴയുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്രത്തോളം വലിയ കുന്നുകൾക്ക് ഇടയിൽ എവിടെയെങ്കിലും ഈ ലോറി കുടുങ്ങിപ്പോയിട്ടുണ്ടോ ആ വലിയ ഒഴുക്കിൽ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഗംഗാവാലി ഇപ്പോൾ തന്നെ വളരെ ശക്തമായ ഒഴുക്ക് ആണ് ഉള്ളത്. വലിയ ശക്തമായ അടിയൊഴുക്കുമുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഈ പുഴയുടെ മറുകരയിൽ ഏതാണ്ട് ഈ സമതല പ്രദേശമാണ്. അവിടെയുള്ള 2-3 വീടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ശേഷിപ്പുമില്ലാതെ അന്ന് മലവെള്ളം കവർന്നു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്രമേൽ കുത്തി ഒഴുകി വന്ന ഗംഗാവാലിയിലേക്കാണ് ഈ മണ്ണും കല്ലും ഒക്കെയായി ശിരൂർ മല ഇടിഞ്ഞ് താഴ്ന്ന് വന്ന് വീണത്. അത്രമേൽ രുദ്രമായൊരു പ്രകൃതി സാഹചര്യമായിരുന്നു ആ രാത്രി ഉണ്ടായിരുന്നത് എന്നുള്ളത് പറഞ്ഞു പോകാതെ കഴിയില്ല. മണ്ണിടിച്ചിൽ, വലിയ മഴ, മലവെള്ളപ്പാച്ചിൽ എന്നിങ്ങനെ പ്രകൃതിക്ഷോഭത്തിൻ്റെ എല്ലാ കാഴ്ചകളും അന്ന് അവിടെ ആ രാത്രി അരങ്ങേറിയിരുന്നു. അതിനിടയിലാണ് നമുക്ക് പ്രിയപ്പെട്ട ഒരു ജീവൻ വലിയ അപകടക്കെണിയിലേക്ക് വീണു പോകുന്നത്. വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ 7 ദിവസവും മുന്നോട്ട് പോകുന്നത്. ആ അപകടവും അത് ആ ഭൂപ്രകൃതിയിൽ ഉണ്ടാക്കിയ മാറ്റവും മുറിവും എത്രത്തോളം ഭീതിതമാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് ആകാശ ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു പരുവത്തിലോ വ്യാപ്തിയിലോ അല്ല യഥാർത്ഥത്തിൽ ആ ഭൂപ്രകൃതി ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ഇതൊരു വലിയ പ്രദേശമാണ്. ചെറിയ ട്രക്കുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന JCBകളോ ഒക്കെ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പോലും കഴിയാത്ത അത്ര ചെറുതായിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്, നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളിൽ. പക്ഷേ മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്ന പ്രദേശം അത്രത്തോളം വലുതാണ്. അവിടെയാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. അവിടെ ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീതി നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 10 പേരെയാണ് അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായത്. 7 പേരുടെ മൃതശരീരമാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല അർജുന് വേണ്ടി ഇത്രയും വലിയ സമ്മർദ്ദമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന്, ജനപ്രതിനിധികളിൽ നിന്ന്, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്, ഉദ്യോഗസ്ഥരിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്ന് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും എവിടെയാണ് പോയത് എന്ന് അറിയാത്ത, ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്താൻ കഴിയാത്ത സാധാരണക്കാരായ കർണാടക നിവാസികൾ കൂടി അവിടെയുണ്ട്. നമുക്കറിയാവുന്നതാണ്, അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഒരു 5 അംഗ കുടുംബമാണ് അത് നടത്തിയിരുന്നത്. അവരുടെ മൃതദേഹമൊന്നും കണ്ടെത്തിയിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താനും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ അഭിജിത്ത്, അർജുൻ്റെ സഹോദരൻ, സംസാരിക്കുമ്പോൾ അവരവിടെ വന്ന് കരഞ്ഞു കുത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് പരിശോധന നടത്തുക, ഇവിടെ ഒന്ന് അന്വേഷിക്കാമോ എന്ന് പോലും ചോദിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലായിരുന്നില്ല അവരൊന്നും. മാത്രമല്ല ആ കട ഉണ്ടായിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്ന ഇടത്തേക്കാണ് ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി മണ്ണ് കോരിയിടുന്നത് എന്നാണ് അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നത്. അവനവൻ്റെ പ്രിയപ്പെട്ടവർ കുടിച്ചു മൂടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന മണ്ണിന് മുകളിലേക്ക് വീണ്ടും വീണ്ടും മണ്ണ് കോരിയിടുന്ന തരത്തിലുള്ള അശ്രദ്ധമായ, ജീവന് വിലയില്ലാത്ത, മാനുഷിക പരിഗണനയില്ലാത്ത നടപടിക്രമങ്ങൾ നടക്കുന്നത് കണ്ണുനീരോടെ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രം കഴിയുന്ന സാധാരണക്കാരായ മനുഷ്യരെ കൂടി ആ ദുരന്തമുഖത്ത് കാണാൻ കഴിഞ്ഞുവെന്ന് അഭിജിത്ത് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അഭിജിത്ത് അർജുൻ്റെ സഹോദരനാണ്. അങ്കോളയിലാണ്
അഭിജിത്ത് ഉള്ളത്. ഈ അർജുനെ കാണാതായതിന് തൊട്ട് പിന്നാലെ മനാഫിൽ നിന്ന് വിവരങ്ങൾ കിട്ടി. അന്വേഷണം ഏത് രീതിയിൽ പോകുന്നു, എവിടെയാണ് അർജുൻ ഉള്ളത് എന്നതൊക്കെ എന്നുള്ള വലിയ ആശങ്ക നാടിൻ്റെയും വീടിൻ്റെയും ഒക്കെ ആശങ്ക പേറിക്കൊണ്ടാണ് അഭിജിത്ത് അങ്കോളയിലേക്ക് പുറപ്പെട്ടത്. പക്ഷേ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന തരത്തിൽ ആട്ടിപ്പായിക്കുന്ന സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടായത് എന്നൊക്കെയാണ് അഭിജിത്ത് നമ്മളോട് പറഞ്ഞത്.